നരകത്തിന് 7 കവാടങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. തെറ്റുകാരെ ശിക്ഷിക്കുന്ന സ്ഥലമല്ലേ ഈ നരകം? ആ സ്ഥലത്തിന് എന്തിനാണ് ഉസ്താദേ ഈ കവാടങ്ങൾ? ഇത് എഴുതി അയച്ചിരിക്കുന്നത് ഹാജറാബാനുവാണ്, മലപ്പുറത്തു നിന്നും. വളരെ നല്ലൊരു ചിന്തനീയമായ ചോദ്യമാണ്. കുറേ തെമ്മാടികളെ, തെറ്റുകാരെ, താന്തോന്നികളെ ഇട്ട് ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെന്തിനാണ് കുറേ കവാടങ്ങളെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഖുർആനിൽ പറയുന്നുണ്ട്, ലഹാ സബഅതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്ന ഒരു ആയത്താണ്. അതായത് ആ നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. നരകത്തിൻ്റെ ഓരോ കവാടത്തിലും അതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഓരോ വിഭാഗമുണ്ട് എന്നാണ്. ചുരുക്കി പറഞ്ഞ് എല്ലാവരെയും കൂടി ചെമ്പിലിട്ടിരിക്കുന്ന പോലെ ഒരു സ്ഥലത്തിട്ട് കത്തിക്കലല്ല നരകമെന്ന് പറഞ്ഞാൽ. ഓരോ തെറ്റിനും അതിൻ്റേതായ കാഠിന്യമനുസരിച്ചുള്ള ശിക്ഷ അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യഭിചാരിക്ക് കിട്ടുന്ന ശിക്ഷയായിരിക്കില്ല ഒരു കള്ളുകുടിയന് കിട്ടുന്നത്. ഒരു കള്ളുകുടിയന് കിട്ടുന്ന ശിക്ഷയായിരിക്കില്ല ഒരു പലിശക്കാരന് കിട്ടുന്നത്. ഒരു പലിശക്കാരന് കിട്ടുന്ന ശിക്ഷയായിരിക്കില്ല ഒരു ഉമ്മയെ കഴുത്തിൽ ചവിട്ടിയ, അല്ലെങ്കിൽ ഹറാമ് ചെയ്ത, അല്ലെങ്കിൽ മോഷണം നടത്തിയ, ചതിച്ച, വഞ്ചിച്ച, അനാഥ മക്കളുടെ സ്വത്ത് അപഹരിച്ച, അങ്ങനെയുള്ള ഓരോ വിഭാഗത്തിന് ഓരോ ശിക്ഷ രീതിയാണ്. അള്ളാഹു നീതിമാനാണ്. അതുകൊണ്ട് ഓരോന്നിനെ വേർതിരിച്ചിരിക്കുകയാണ്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. ഓരോ വിഭാഗത്തിനും അവരുടേതായ അതിൽ കടന്നു പോകുന്ന ഓരോ വിഭാഗമുണ്ട്, അവർക്ക് ഓരോ വാതിലുമുണ്ട്. അപ്പോൾ ഈ സ്വർഗ നരകം എന്നത് കടന്ന് ചിന്തിക്കാൻ പാടില്ല. നാം ഈ പറഞ്ഞു തന്നിട്ടുള്ള രൂപരേഖകളെ മനസ്സിലാക്കുക എന്നതിനപ്പുറം അതിനപ്പുറത്തേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു നരകത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഒരു അമുസ്ലിം സഹോദരൻ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ചിരിക്കുന്നതിലും കരയുന്നതിലും പോലും ഇസ്ലാം നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ വളരെ കൗതുകമായി. എന്തൊക്കെയാണ് ആ നിയന്ത്രണങ്ങൾ? ചോദിച്ചിരിക്കുന്നത് സനൽകുമാറാണ്, നെടുമങ്ങാട് നിന്ന്. അത് വളരെ മനോഹരമായൊരു ചോദ്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ എങ്ങനെയും ചിരിക്കാം എന്നൊരു ലൈസൻസ് ഇസ്ലാം കൊടുത്തിട്ടില്ല. എങ്ങനെയും കരയാം എന്നൊരു ലൈസൻസും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കരയുന്നത് പലപ്പോഴും മരണ വീട്ടിലാണല്ലോ. മരണ വീട്ടിൽ എങ്ങനെ കരയണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. നിങ്ങൾ നെഞ്ചത്തടിക്കാൻ പാടില്ല, വസ്ത്രം വലിച്ചു കീറാൻ പാടില്ല, തല ചുവരിലിടിക്കാൻ പാടില്ല, നിലവിളിക്കാൻ ഒന്നും ചെയ്യാൻ പാടില്ല. കരയുന്നതിന് നിയന്ത്രണം വയ്ക്കുകയാണ് ഇസ്ലാം. കണ്ണീരിങ്ങനെ ഇറ്റുവീഴാം. പുന്നാര ഹബീബിൻ്റെ മക്കൾ മരണപ്പെടുമ്പോൾ കരഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ കരയാണോ? അതെ, ഇത് റഹ്മത്തിൻ്റെ കണ്ണുനീരാണ്, ഇത് നിലവിളിയല്ല, നെഞ്ചത്തടിയല്ല. അവിടെ ഇസ്ലാം അങ്ങനെ ഒരു വിലക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ ചിരി, പൊട്ടിച്ചിരിക്കാൻ പാടില്ല, വലിയ പൊട്ടിച്ചിരി പാടില്ല. ഖബറിൻ്റെ അടുത്ത്, മയ്യത്തിൻ്റെ അടുത്ത്, പള്ളിക്കകത്ത്, ഖുർആനിൻ്റെ അടുത്ത്, ആലിമീങ്ങളുടെ അടുത്ത് ഒന്നും അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. ആ ചിരി കൊണ്ട് ഒരുപാട് നഷ്ടം നമുക്കുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. പുഞ്ചിരി നമ്മൾ ശീലിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ വീട്ടിൽ താമസമായിട്ട് മനസ്സിനൊരു സന്തോഷവും സമാധാനവുമില്ല. ആകെ ടെൻഷനാണ്. തുടക്കം മുതലേ ഈ സ്ഥലത്തും മറ്റും കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഉസ്താദിൻ്റെ അഭിപ്രായം ആരായിരുന്നു? ചോദിച്ചിരിക്കുന്നത് റുഖിയാബിയാണ്, കൊല്ലത്തു നിന്നും. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു സ്ഥലം വാങ്ങിയാൽ ആ സ്ഥലത്തെക്കുറിച്ച് കുറ്റം പറയാൻ ആ സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ കുറേ ആളുകളുണ്ടാവും. ഈ സ്ഥലം ശരിയല്ല, ഇവിടെ 3 വരെ കുഴിച്ചിട്ടുണ്ട്, അവിടെ അന്ന് വാങ്ങിയവരിങ്ങനെ വണ്ടി ഇടിച്ചെന്നൊക്കെ പറയും. ഇതിലൊന്നും ഒരു യാഥാർത്ഥ്യം ഉണ്ടാവില്ല സത്യത്തിൽ. പക്ഷേ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ഭീതിയും ഒരു ഭയവും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇനി എന്താവും. അപ്പം നമ്മൾ അന്നത്തെ ഒരു ധൈര്യത്തിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങും. പിന്നെ വീട് വെക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ കുറ്റിയടിക്കാൻ വന്നിട്ടുണ്ടെന്ന് മഴ പെയ്തു, അല്ലെങ്കിൽ കുറ്റിയടിക്കാൻ വന്ന ഉസ്താദിൻ്റെ വണ്ടി പഞ്ചറായി, അല്ലെങ്കിൽ മേശരി കാല് തെറ്റി വീണു, അതൊക്കെ ഇതിന് പ്രശ്നമാണ്. അയൽവാസികൾ പറയും നിനക്ക് ആകെ നാശമാണ്, തുടക്കം തന്നെ ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ഈ ചിന്തയോടുകൂടി തന്നെ വീട് പണി മുമ്പോട്ട് കൊണ്ടുപോകും. വീട് പണി പൂർത്തിയാവും. അതിനകത്ത് താമസിക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ ഭാര്യയ്ക്ക് തലവേദന വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിൽ നിന്ന് ഈ ഒരു ചിന്തയെ നമ്മൾ പൂർണ്ണമായും എടുത്തു മാറ്റുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും വീട് വെക്കാം എന്നല്ല ഞാനീ പറഞ്ഞത്. അത് ഭൂമിശാസ്ത്രം അറിയുന്ന ഇസ്ലാമികമായ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത് വീട് വെക്കുമ്പോഴൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയുടെ വീടിന്
സ്ഥലം നോക്കിയപ്പോൾ ഈ സ്ഥലത്ത് താമസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു, അവിടെ പിശാചിൻ്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. അത് നമ്മൾ അറിയുന്നവരെ കൊണ്ട്, പഠിച്ചവരെ കൊണ്ട് നമ്മൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അല്ലാതെ ആരെങ്കിലും പറയുന്ന ഒരു ഭീതി മനസ്സിലിട്ടിട്ട് ആ ഭീതി ഒരു രോഗമായി, നീർക്കോലി കടിച്ചാൽ അത് പാമ്പാണ് മരിക്കുമെന്ന് പറഞ്ഞാൽ നീർക്കോലി കടിച്ചാലും മതി മരിക്കാൻ. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോവുക. പിന്നെ കുറേ ആളുകളുണ്ട് കച്ചവടം മുടക്കാനും വീട് വെപ്പ് മുടക്കാനും അവൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കാനൊക്കെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരിങ്ങനെ പറയുമ്പോൾ ആ ഭീതി മനസ്സിൽ വെച്ചിട്ടിരുന്നാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പല സ്ഥലത്തും ഇപ്പോൾ യാത്രക്കാർക്ക് നിസ്കരിക്കാൻ കഴിയാത്ത വിധം പള്ളികൾ അടച്ചിട്ടിരിക്കുകയാണ്. ഒരുവിധം ആളുകൾ കാണുന്ന ഈ പ്രോഗ്രാമിൽ കൂടി ഉസ്താദ് ഇതിൻ്റെ ഗൗരവം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാകുമായിരിക്കും. ചോദിച്ചിരിക്കുന്നത് താജുദ്ദീൻ കുട്ടി ഹാജിയാണ്, പള്ളിമുക്ക്, കൊല്ലം. വളരെ മനോഹരവും ഗൗരവവും പഠനാർഹവുമായ ഒരു ചോദ്യമാണ്. കാരണം പള്ളികളൊക്കെ ഇന്ന് തുറന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിസ്കാരം, ജുമ ഒക്കെ നടത്താം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ നാട് മുഴുവനും തിരക്കാണ്. പള്ളികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സ്ഥലവും തിരക്കാണ്. ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല, നിന്ന് യാത്ര ചെയ്യുന്നു, തിങ്ങി തിരങ്ങി നിന്ന് യാത്ര ചെയ്യുന്നു. കമ്പോളത്തിൽ മീൻ വാങ്ങാൻ ചെല്ലാൻ കഴിയില്ല, നിറച്ച് ഒരകലവും അവിടെ പാലിക്കുന്നില്ല. ആരാണ് അകലം പാലിക്കുന്നത്? വെറുതെ പറയാണ്. തുണി എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെല്ലുന്നു, ആകെയുള്ളത് എന്താണ്? ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു സാനിറ്റൈസർ മാത്രമാണ്. അത് നമ്മളിങ്ങനെ കൈ തേക്കുന്നു. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പതിവ് പോലെ തന്നെയാണ്. എവിടെയാണ് അകലം പാലിക്കുക? അവർ തുണി എടുത്ത് തരുന്നു. എത്രയോ ആളുകൾ വന്ന് തൊട്ടിട്ട് പോയ തുണിയാണ്, ആ തുണി നമ്മൾ എടുക്കുന്നു. അതിൻ്റെ കൂടെ കുറേ ആളുകൾ വരുന്നു, അടുത്ത ടീം വരുന്നു, എല്ലാം ഇങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ 50 പേരെ കയറ്റി, പിന്നെ അത് കഴിഞ്ഞ് 60. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ പള്ളിയിൽ മാത്രം പേടിയാണ്. അത് യാത്രക്കാരായ ആളുകൾക്ക് പള്ളി തുറന്നു കൊടുത്താൽ എന്താണ് സംഭവിക്കുമ്പോൾ, ഞാനൊക്കെ മലപ്പുറം, കാസർഗോഡ്, കണ്ണൂരൊക്കെ ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് പല കാര്യത്തിന് വേണ്ടിയും. പക്ഷേ എന്താണ്, നിസ്കരിക്കണമെങ്കിൽ ഏതെങ്കിലും സുഹൃത്തിനെ വിളിച്ച് ആ സുഹൃത്ത് ഉമ്മാടെ അനുവാദം വാങ്ങി, വാപ്പാടെ അനുവാദം വാങ്ങി, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വരികയാണ്, നിസ്കരിക്കുകയാണ്, അനുവാദം കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് കിട്ടുക. നമ്മുടെ പള്ളികൾ എന്തിനാണ് നമ്മളങ്ങനെ അടച്ചിടുക? നിങ്ങൾ ഓർത്തു നോക്ക്. ഇതിന് തീർച്ചയായിട്ടും പള്ളി പരിപാലന സമിതി അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. അവർക്ക് കോവിഡിൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. ഈ പള്ളി ഇങ്ങനെ വഴിയാത്രക്കാർക്ക് നിസ്കരിക്കാനൊന്നും സൗകര്യമില്ലാതെ അടച്ചിട്ടിരിക്കുന്ന പള്ളിയുടെ സംഘാടകർ അവരുടെ വീടും അവരുടെ നാടും അവരുടെ യാത്രകളും ഒക്കെ അവർ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ അവർ അള്ളാഹുടെ കാര്യം മുടക്കിയിട്ട് അവരുടെ കാര്യം വിശാലമായിട്ട് നടത്തുകയാണ്. വളരെ സമാധാനം പറയേണ്ടി വരും. പള്ളി തുറന്നു നോക്കി അതിനകത്ത് പല്ലിയോ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും കയറിയോ മൂത്രിച്ചോ നോക്കാൻ വരെ ആളില്ലാത്ത കാലമാണ്. ജുമാ നഷ്ടപ്പെടുന്നതിൻ്റെ ഗൗരവം പോലും നമ്മുടെ യുവത മറന്നുപോയി. അതിൻ്റെ പേടി പോലും ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ട കാലമാണ്. അള്ളാഹു നമ്മെ എല്ലാം കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പള്ളികൾ തുറന്നു കൊടുക്കുക. മുഴുവൻ ആളുകൾക്കും അറിയാം. ഇനി ആരെയും കോവിഡ് മാനദണ്ഡം ആരെയും പഠിപ്പിക്കേണ്ട. പള്ളിയിൽ പോകുമ്പോൾ എന്താണ്, മുസല്ല വേണം, മാസ്ക് വേണം, സാനിറ്റൈസർ വേണം, അകലം പാലിക്കണം. ഇത് ഒരു കുഞ്ഞിനും ആരും ഇന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട. എല്ലാവർക്കും അറിയാം. ചെറിയ കുഞ്ഞുങ്ങൾ പോലും, 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും നല്ല വൃത്തിയായി കൈ കഴുകുന്ന, ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്ന രംഗം നമ്മൾ വീഡിയോസിലൂടെ കാണും. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട, എല്ലാവർക്കും അറിയാം. അപ്പോൾ വളരെ സജീവമായി ഈ കാര്യങ്ങൾ ഇടപെടുക. അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കാര്യം മാത്രം നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ വിപത്ത് നമ്മൾ നേരിടേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.